പേരറിയാത്ത ഒരു പോലീസ് ഓഫീസർക്കുള്ള ബിഗ് സല്യൂട്ടാണ് ഈ വീഡിയോ. ഇനി കാര്യം പറയാം. കഴിഞ്ഞ ദിവസം മെയ് 12-ന് മംഗളാദേവി ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനും അപ്പൂസും കുമളിയിൽ എത്തി. നല്ല തിരക്കായിരുന്നു. 10,000-കണക്കിന് ആൾക്കാർ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കുമളി സ്റ്റാൻഡിന്റെ പരിസരത്തുണ്ട്. അവരെ എല്ലാവരെയും നിയന്ത്രിക്കാൻ കേരള പോലീസും തമിഴ്നാട് പോലീസും ഉണ്ട്. പക്ഷെ എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് അവിടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു പോലീസ് ഓഫീസർ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെയും പേരെടുത്ത് വിളിച്ച്, ചിലരെയൊക്കെ സാറ് കൂട്ടി വിളിച്ച് കറക്റ്റ് കമാൻഡ് ചെയ്യുകയാണ്. കറക്റ്റ് ഓരോ ജീപ്പും വരുന്നു, ആ വരുന്ന ജീപ്പിലേക്ക് ലൈനാക്കി നിർത്തിയിട്ട് ആളെ കയറ്റി വിടാൻ പറയുന്നു. ലൈൻ തെറ്റിച്ച് കുറച്ച് പേരൊക്കെ ചില ജീപ്പിൽ ചാടി കയറി കറക്റ്റ് ആ ജീപ്പിന്റെ നിറം വെച്ച് പറഞ്ഞിട്ട് അവരെ ആ ജീപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വിടുന്നു. എല്ലാ കാര്യങ്ങളും ഈ പോലീസ് ഓഫീസർ വളരെ ശ്രദ്ധയോടെ ചെയ്യുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ വന്നിരിക്കുന്ന മിക്കവരെയും ഈ ഓഫീസർക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്നുണ്ട്. അത്രമേൽ അവരുമായിട്ടുള്ള പരിചയമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇടയ്ക്ക് തമിഴിലും അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് പോലീസുകാർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇടയ്ക്ക് കർച്ചീഫ് കൊണ്ടൊന്ന് അദ്ദേഹം വേർപ്പ് തുടയ്ക്കുന്ന കാണാം. മണിക്കൂറുകൾ ഞാനിത് നോക്കിയിരുന്നു. അദ്ദേഹം ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രമസമാധാനം അവിടെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മംഗളാദേവിയുടെ ഉത്സവം ഏറ്റവും നല്ല രീതിയിൽ നടന്നു. അതിന് കേരള പോലീസ്, തമിഴ്നാട് പോലീസ്, എല്ലാത്തിൻ്റെയും ഫയർഫോഴ്സ്, മെഡിക്കൽ ടീം അടക്കം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷെ പേരറിയാത്ത പോലീസ് ഓഫീസറെ അങ്ങ് ആ മൈക്കും പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് ആ തിരക്ക് നിയന്ത്രിക്കുകയും വ്യക്തമായി ആൾക്കാരെ ലൈനിൽ നിർത്തി ഓരോ ജീപ്പ് വരുമ്പോഴും കറക്റ്റ് അനൗൺസ്മെന്റ് നടത്തി അതിൽ കയറ്റി വിടുകയും അതൊക്കെ ചെയ്യുന്നത് വളരെ ബഹുമാനത്തോടെ ഞാൻ നോക്കി നിന്നു. അത്രമേ തിരക്കിനിടയിൽ അങ്ങയോട് വന്നിട്ടൊരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു, അതിന് കഴിഞ്ഞില്ല. അങ്ങയുടെ പേരും ഡെസിഗ്നേഷനും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്, എനിക്കത് കിട്ടിയിട്ടില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ അറിയുമെങ്കിൽ, അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് അദ്ദേഹത്തിന്റെ ചിത്രം കണ്ട് തിരിച്ചറിയുമെങ്കിൽ പറ്റുമെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. അദ്ദേഹത്തിന്റെ പേരും ഫോൺ നമ്പറും.